എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ആളുകളിൽ ഇപ്പോഴും ഒരു ആശങ്ക ജനിച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ഇനി അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചാൽ എത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തുടങ്ങുന്ന കുറേയധികം ആശങ്കകൾക്ക് ഒരു പരിഹാരം എന്നോണമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം വളരെ കുറഞ്ഞ ഒരു 59 ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക്. നമ്മുടെ ഡിഗ്രി മെയിൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയ തന്നെയാണ് ആദ്യം ഡിഗ്രി പ്രിലിംസ്. ആദ്യം ഡിഗ്രി മെയിൻസ് എഴുതണമെങ്കിൽ അതിലോട്ടുള്ള ഫസ്റ്റ് കടമ്പ എന്നാണ് നമ്മൾ ഡിഗ്രി പ്രിലിംസിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഡിഗ്രി പ്രിലിംസ് കടക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് നമ്മുടെ സ്വപ്ന ജോലിയിലോട്ട് എഴുതിയെടുക്കണമെങ്കിൽ നമുക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിനെ അത്രത്തോളം പ്രാധാന്യം കണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പ്രിലിംസ് പരീക്ഷ കടക്കാം എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസ് ഇങ്ങനെയാണ്. സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് കടക്കാൻ സാധിക്കും. നമുക്ക് ജോലി നേടുക എന്നതല്ല ഇപ്പോൾ പ്രിലിംസിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് അടുത്ത മെയിൻസ് പരീക്ഷ എഴുതുക എന്നതാണ് പ്രിലിംസ് പരീക്ഷയുടെ അടിസ്ഥാന ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് ടോപ്പ് റാങ്ക് വേണോ? വേണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണോ പ്രിലിംസ് പരീക്ഷയിൽ? വേണ്ട. നമുക്ക് തൽക്കാലം ആ ഒരു ബേസ്, അതായത് അതിൻ്റെ ഒരു ബൗണ്ടറി കടന്നാൽ മതിയാകും അല്ലേ? ആ ഒരു ബൗണ്ടറി കടക്കണമെങ്കിൽ എങ്ങനെ തന്ത്രപൂർവ്വം പഠിക്കണം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചെറിയ അറിവിൽ പറഞ്ഞു തരുന്നത്. മക്കളെ, ഇങ്ങനെ ജനറൽ നോളജ് നിങ്ങൾ കണ്ടോ, 10 മാർക്കാണ് നമുക്കവിടെ വെയിറ്റേജ് ഉള്ളത്. 10 മാർക്ക് വെയിറ്റേജാണ്. ശേഷം ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് അഥവാ മലയാളം 10 മാർക്ക്. ഓക്കെ, എല്ലാവരും മലയാളംകാരാണല്ലോ. 10 മാർക്ക്. നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് ആലോചിച്ചേ. ഈ വെയിറ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഒരാശയം ഉദിച്ചു കാണും എന്താണെന്ന്. അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരെണ്ണമാണ് മാത്സ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി അല്ലേ? മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കാണ്. 20 മാർക്ക് പിടിച്ചാൽ കിട്ടുന്ന സാധനമാണ്, പഠിച്ചാൽ കിട്ടുന്ന സാധനമാണ് അല്ലേ? കൃത്യമായിട്ട് നമുക്ക് കൃത്യമായ സിലബസ് കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചവരുമാണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി മക്കളെ 20 മാർക്കുണ്ട്. പിന്നെ ഇംഗ്ലീഷ് 20 മാർക്കാണ്. കൃത്യമായ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാവുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് 20 മാർക്ക്. മക്കളെ, പിന്നീട് നമ്മുടെ മലയാളം ഒരു 10 മാർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കിലെ എങ്ങനെ പോയാലും കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് ഒരു 17 മാർക്ക് വരെ, അല്ലെങ്കിൽ ഇനി ഉള്ള സമയത്തെങ്കിലും കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ ഒരു 17 മാർക്ക് നമുക്ക് ഇവിടുന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഒരു 17 മാർക്ക് അല്ലേ? ഒരു 17 അടിക്കാൻ പറ്റും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ ഒരു 17 മാർക്ക്. അവിടെയും ഒരു 3 വൊക്കാബുലറി പൊയ്ക്കോട്ടെ, അവിടെയും നമുക്കൊരു 17 മാർക്ക് അടിക്കാം. ഒരു 17 മാർക്ക് അടിക്കാം. ശരിയാണോ? ഇംഗ്ലീഷും അതേപോലെ മാത്സിൽ നിന്നും 17 34 മാർക്കാക്കാം. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം. മലയാളത്തിനകത്ത് നിന്ന് എന്താണെന്ന് പറഞ്ഞാലും ഒരു 9 മാർക്ക് വരെ നമുക്ക് എഴുതാൻ പറ്റും. 9 മാർക്ക് വരെ. ഒരു 9 മാർക്ക് വേണ്ട, ഒരു 8 മാർക്ക് കൂട്ടിയാൽ മതി. 8 മാർക്ക് 2 എണ്ണം പൊക്കോട്ടെ. ഒരു 2 എണ്ണം പൊക്കോട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ ഇത്രയും സാധനത്തിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 വിഷയത്തിന് തന്നെ ഒരു പ്രാധാന്യം കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ മകളെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയെന്ന് ആലോചിച്ച് നോക്കിയേ. 17 34 34 8 42 മാർക്ക് ഇവിടുന്ന് മാത്രം. അതായത് മകളെ മൊത്തം 50 മാർക്കിലെ 42 മാർക്ക് ഇവിടുന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 42 മാർക്ക്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹിസ്റ്ററി ഒരു 10 മാർക്കുണ്ട് വെയിറ്റേജ്. നമ്മൾ ആൾറെഡി ഹിസ്റ്ററിയൊക്കെ ഒരുപാട് പരീക്ഷകൾക്കുണ്ട്. എല്ലാം തന്നെ നമ്മൾ പഠിച്ചതാണ്. ഇതിനകത്തിൽ ഒരെണ്ണം പോലെ നമ്മൾ പഠിക്കാത്തതില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടെ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട മേഖലകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കേണ്ടത്
ഈ 3 മേഖലകൾ കഴിഞ്ഞാൽ മക്കളെ അടുത്ത ഊന്നൽ കൊടുക്കേണ്ട മേഖല 10 മാർക്ക് അടങ്ങുന്ന ഹിസ്റ്ററിക്കാണ്. അപ്പോൾ ഹിസ്റ്ററി എന്തൊക്കെ പഠിക്കണം എന്നത് ഇവിടെ ഉണ്ട്. കേരള ഹിസ്റ്ററി, അറൈവൽസ് ഓഫ് യൂറോപ്യൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിരനാൾ, അതേപോലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്ററസി, സോഴ്സ് ഓഫ് കേരള, അങ്ങനെ എന്തെല്ലാം പഠിക്കണം എന്ന് കൃത്യമായിട്ടുണ്ട്. അങ്ങനെ പഠിച്ചാൽ മക്കളെ ഒരു 10 മാർക്കാണ് നമ്മുടെ അവിടുത്തെ വെയിറ്റേജ്, 10 മാർക്ക്. അപ്പോൾ 10 മാർക്കിൽ നിന്നും നമുക്ക് അവിടെ ഒരു 7 മാർക്ക് വരെ മക്കളെ ഒരു 7 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇവിടെ ഒരു 7 മാർക്ക് വരെ നമുക്ക് വേണേൽ സ്കോർ ചെയ്യാം. 7 മാർക്ക് വരെ എന്നല്ല, 10 മാർക്ക് വരെ സ്കോർ ചെയ്യാം. മിനിമം ഒരു 7 മാർക്ക്, മിനിമം എന്നാണ് പറഞ്ഞ കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് പഠിക്കുന്നവർക്ക് ഒരു 7 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ 3 മേഖല, പിന്നെ ഹിസ്റ്ററി, പിന്നെ അത് കഴിഞ്ഞാൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖല ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. മക്കളെ കല, കായികം, സാംസ്കാരികം, അതേപോലെ കായികം, അവിടെയും ഒരു 7 മാർക്ക് അടിക്കാം. മക്കളെ അത്യാവശ്യം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ് കല, കായികം, സാംസ്കാരികം, അതേപോലെ സാഹിത്യം, കായികം, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നോക്കി ബാക്കി എല്ലാം കൂടെ മക്കളെ ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, അതെല്ലാം കൂടെ കൂട്ടിയാൽ മക്കളെ 5, 10, 15, 20, 25, 30. ഒരു 30 മാർക്കിലെ എന്തായാലും ഒരു 12 മാർക്ക് കിട്ടുമോ? 30 മാർക്കിൽ എന്തായാലും 18 പോട്ടെ, 12 മാർക്ക് കിട്ടുമോ? 30ൽ 12 കിട്ടത്തില്ലയോ? നമ്മുടെ ഇത്രയും നാളത്തെ അറിവിൽ നിന്നും മക്കളെ എല്ലാത്തിനകത്തിലെ 1-2 ചോദ്യങ്ങൾ ഇത് ശരിയാക്ക്. 1-2 ചോദ്യങ്ങൾ ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ജോഗ്രഫി ഒരു 2 മാർക്ക് അടിക്കാൻ പറ്റും, എക്കണോമിക്സ് ഒരു 2 മാർക്ക് അടിക്കാൻ പറ്റും, സിവിക്സ് ഒരു 3 മാർക്ക് വരെ അടിക്കാൻ പറ്റും ഇല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെയും ഒരു 3 മാർക്ക് കിട്ടും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 2 മാർക്ക് മതി. സയൻസ് ആൻഡ് ടെക്നോളജി 2 മാർക്ക് മതി. മൊത്തത്തിൽ ഒരു 12 മാർക്ക്. ഒരു 12 മാർക്ക് അടിക്കാൻ പറ്റിയാൽ മക്കളെ മൊത്തത്തിൽ എത്ര എന്ന് ആലോചിച്ച് നോക്കി. 42ഉം 7ഉം 49, 49ഉം 7ഉം 56, 56ഉം 12ഉം 56ഉം 12ഉം 66, 66ഉം 2ഉം 68. നല്ല മാർഗ 68 മതി. ഒരു 65 പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ മാർഗ. ഒരു 60 പ്ലസ് തന്നെ സൂപ്പർ മാർഗ. 60 പ്ലസ് 68 ആകുമ്പോൾ മക്കളെ നല്ല മാർഗ. നമുക്ക് ജോലി കിട്ടാനുള്ള മാർക്ക് അല്ല ഇത്. നമ്മുടെ ഫസ്റ്റ് എൻട്രി, അതായത് ആദ്യ കടമ്പ കടക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. 68 മാർക്ക് നല്ല മാർഗ അല്ലേ? അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും മക്കളെ ഇനി നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷ കടക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ട ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ ഓരോ കാര്യങ്ങൾ, കേരള, ഇന്ത്യ, വേൾഡ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിലേറെക്കുറെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ളതാണ്, പഠിച്ചിട്ടുള്ളതുമാണ്. നിങ്ങളുടെ കയ്യിൽ നോട്ടടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ജോഗ്രഫി എന്തെല്ലാം പഠിക്കണം, ജോഗ്രഫിക്ക് 5 മാർക്കാണ്, എന്തെല്ലാം പഠിക്കണം എന്ന് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സ് അതേപോലെ സിവിക്സ് രണ്ടും 5 മാർക്കാണ്. എക്കണോമിക്സിൻ്റെ സിലബസ് വളരെ കുറച്ചതാണ്, എങ്കിൽ പോലും പഠിക്കാൻ കുറേ ഉണ്ട് അല്ലേ? അതേപോലെ സിവിക്സ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു റിവിഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് സിവിക്സ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ ചുരുങ്ങിയ സിലബസാണ് കൊടുത്തിരിക്കുന്നത് 5 മാർക്കിന്. മക്കളെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതെല്ലാം പഠിച്ചിട്ടുള്ളവരാ 5 മാർക്ക് പഠിക്കാൻ പറ്റുമോടുന്നു. ഓക്കെ, കലാ, കായികം, സാംസ്കാരികം, അവിടെ കുറേയധികം ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് മക്കളെ. കുറേയധികം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. 10 മാർക്ക് നമുക്ക് തരുന്നത് നമുക്ക് ചുമ്മാതല്ല, 10 മാർക്ക് കുറേയധികം ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടത്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതായത് കണക്കുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ജനറൽ ഇംഗ്ലീഷ്, പിന്നെ മലയാളം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 65 പ്ലസ് തന്നെ മക്കളെ നല്ല മാർക്കാണ്. അപ്പം ആ 65 പ്ലസിന് വേണ്ടി നമ്മൾ 5 മാർക്കിനുള്ള ഭാഗങ്ങൾ മാത്രം ഇരുന്ന് പഠിച്ചാൽ മക്കളെ നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾക്ക് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പോവുക. ഓക്കെ, അപ്പം വീഡിയോ അത്യാവശ്യം കുറച്ച് പേരിലേക്കെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് കരുതിക്കൊണ്ട് തൽക്കാലം ഞാനിത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കണക്കിൻ്റെ ഡിഗ്രി പ്രിലിംസിന് വേണ്ട എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള
ഫ്രീ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അവിടെ കണ്ടുമുട്ടാം. വീണ്ടും അതിനുശേഷം ഡിഗ്രി മെയിൻസ് ബാച്ചിലും നിങ്ങളെ ഓരോരുത്തരെയും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വിശാഖ് പാവുമ്പ.